കേരളത്തിൽ ഇപ്പോൾ ഒരു ബസ്സിനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകളാണ് അത്രയും. വിവാദങ്ങൾക്കിടെ ആ ബസ് കാസർഗോഡ് എത്തുകയും ചെയ്തു. പിണറായി സർക്കാരിന്റെ നവകേരള ജനസദസ്സിനായി എത്തിച്ച ആഡംബര ബസിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ബസ്സിനുള്ളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. മന്ത്രിമാർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നതും ദൃശ്യങ്ങളുണ്ട്. ഏറെ സന്തോഷത്തോടെയാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നവകേരള സദസ്സിനായി കാസർഗോഡ് തുടക്കമായിരിക്കെ ഏറെ വിവാദങ്ങളാണ് ഈ ബസ്സിന് ഉയരുന്നത്. ഇതൊരു സാധാരണ ബസ്സാണെന്നും മാധ്യമങ്ങൾ പ്രചരിക്കുന്നതെല്ലാം തെറ്റാണെന്നുമാണ് മന്ത്രി വീണ ജോർജ് ഈ വീഡിയോയ്ക്കിടെ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ബസ്സിൽ വാർത്തകളിൽ പറയുന്ന പോലെ വലിയ സൗകര്യങ്ങളൊന്നുമില്ലെന്ന് ഗതാഗത മന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കിയിരുന്നു. കാസർഗോഡ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്രിഡ്ജോ ഓവനോ കിടപ്പുമുറിയോ ബസ്സിലില്ല. ആകെയുള്ളത് ശുചിമുറിയും ബസ്സിൽ കയറാൻ ഓട്ടോമാറ്റിക് സംവിധാനവും മാത്രമാണ്. ഇതൊരു പാവം ബസ്സാണെന്നും കൊലക്കേസ് പ്രതിയായി കാണരുതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ബസ് സാധാരണക്കാരന് ബഡ്ജറ്റ് ടൂറിസം പദ്ധതിക്കായി ഉപയോഗിക്കും. നവകേരള സദസ്സ് കണ്ട് പ്രതിപക്ഷത്തിന് ഹാലിളകരികയാണെന്നും അതിനാലാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നുമാണ് മുഖ്യമന്ത്രി വിമർശിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സ് യാത്രയ്ക്കായി ഉപയോഗിച്ച ബസിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭാരത് ബെൻസ് OF 1624 എന്ന മോഡൽ ഫാസി ഉപയോഗിച്ചാണ് ബസിന്റെ നിർമ്മാണം. 240 കുതിരശക്തിയുള്ള 7200 cc എഞ്ചിനും 380 ലിറ്റർ ഇന്ധനശേഷിയും ഉള്ള ബസ്സാണിത്. ഏകദേശം 38 ലക്ഷം രൂപയാണ് ഫാസിയുടെ എക്സ് ഷോറൂം വില. ഇത്തരം വാഹനങ്ങളുടെ ബോഡിയുടെ നിർമ്മാണ ചെലവ് സൗകര്യങ്ങൾക്കനുസരിച്ച് ഏറെയും കുറഞ്ഞുമിരിക്കും. മുന്നിലും പിന്നിലും 2 വാതിലുകളുണ്ട്. ശുചിമുറി അടക്കമുള്ള സൗകര്യങ്ങൾ അധികമായി ഒരുക്കിയിരിക്കുന്നത്. 25 സീറ്റുകളാണ് ബസ്സിലുള്ളത്. ഇതിനെല്ലാമായി ഏകദേശം 45 ലക്ഷത്തിനു മേലെ ചിലവ് വരുമെന്നാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സാക്ഷ്യപ്പെടുന്നത്. നിലവിലെ ട്രഷറി നിയമങ്ങളെ വരെ മറികടന്ന് 1,05 ലക്ഷം രൂപയാണ് ബസ്സിനായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. പൂർണ്ണ സൗകര്യത്തിലുള്ള ബസ്സാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്തം സർക്കാർ ഏൽപ്പിച്ചത് SM കണ്ണപ്പ എന്ന തെന്നിന്ത്യയിലെ മികച്ച ഓട്ടോമൊബൈൽ ഗ്രൂപ്പിനെയാണ്. KSRTC MD പുറത്തുവിട്ടിട്ടുള്ള പ്രത്യേക വിജ്ഞാപന പ്രകാരം ഗതാഗത അതോറിറ്റിയുടെ മാനദണ്ഡത്തിൽ പ്രത്യേക ഇളവും നേടി വിവിധ മാറ്റങ്ങളാണ് ബസ്സിന് വരുത്തിയിട്ടുള്ളത്. മുൻനിരയിലെ ഒരു കസേരയ്ക്ക് 180 ഡിഗ്രി വരെ കറങ്ങാൻ അനുമതിയും നൽകിയിട്ടുണ്ട്. യാത്ര കഴിഞ്ഞ് തിരിച്ചിങ്ങെത്തും മുമ്പ് വിവാദങ്ങളുടെ ഗട്ടറിൽ വീണ് ബസ് കൗതുകം അവസാനിപ്പിച്ച് ഇന്ന് നവകേരള യാത്ര തുടക്കമായിരിക്കുകയാണ്.